ഹായ്, എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. നമ്മളിന്ന് വളരെ സിമ്പിളായിട്ട് കുക്കറിൽ വെക്കുന്ന ഒരു പാൽ പായസമാണ് ഉണ്ടാക്കുന്നത്. ഞാനതിനായിട്ട് റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ പച്ചരി കഴുകി വെച്ചിട്ടുണ്ട്. ഇത് 1 കപ്പ് പച്ചരിയാണുള്ളത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കണേ. കുക്കറിൽ വെക്കുന്നതുകൊണ്ട് ഓവർ വെള്ളം ഒഴിക്കണ്ട, കാരണം നമ്മൾ വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് പാൽ ആഡ് ചെയ്യുന്നുണ്ടേ. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് അരി വേവുമ്പോഴത്തേക്കും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് വെക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നെയ്യില്ല, അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ വറക്കുന്നതേ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതെ, ഞാൻ ചെറുതായിട്ടൊന്ന് അതിനെ കഴുകിയായിരുന്നേ. വെള്ളം തെറിക്കുക. ഇതൊന്ന് ചെറിയ ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിത്ര ഫ്രൈ ആയാൽ മതി. ഇനി മുന്തിരി വെള്ളം പൊട്ടിത്തെറിക്കുക. നെയ്യിൽ വറക്കുന്നതാണ് ടേസ്റ്റ്. നമ്മൾ നെയ്യില്ലാത്തതുകൊണ്ടാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചത്. വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഓവർ ഒഴിക്കരുത്, ഇത്തിരി ഒഴിക്കാവൂ. നെയ്യാണെങ്കിൽ നമുക്ക് വറുത്തതിന് ശേഷം ബാലൻസ് ഉള്ളത് പായസത്തിലേക്ക് ഒഴിക്കാം. ഇതിപ്പോൾ വെളിച്ചെണ്ണ ആയതുകൊണ്ട് നമ്മൾ ഒഴിക്കത്തില്ല. ഓക്കെ, ഫ്രൈ ആയിട്ടുണ്ട്. നമ്മുടെ അരി നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ചത് കറക്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാവേ. നമ്മൾ 1/2 ലിറ്റർ പാലാണ് ഒഴിക്കുന്നത്. ഓക്കെ, ഇത് തിളപ്പിച്ച പാലല്ല. തിളപ്പിച്ചിട്ട് വേണേലും ഒഴിക്കാം. ഞാൻ തിളപ്പിച്ചൊഴിക്കാറില്ല. ഞാനിങ്ങനെ പച്ചപ്പാൽ ഒഴിച്ച് സിമ്മിലിട്ടിട്ട് പാലിനെയും അരിനെയും കൂടെ ഒരുമിച്ച് ഒന്നുകൂടെ തിളപ്പിക്കും. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറച്ചൊന്ന് വറ്റി വരണം. നമ്മുടെ പാല് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാവേ. ഇതിനി ഒന്നുകൂടെ മധുരമൊക്കെ പിടിച്ച് വറ്റട്ടെ. നമ്മുടെ പായസം നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ച ഏലക്കായും ജീരകമാണ്. അത് കുറച്ച് പഞ്ചസാര കൂട്ടിയിട്ട് ഞാൻ പൊടിച്ചതാണ്. അതിട്ട് കൊടുക്കാം. ഫൈനലി നമ്മുടെ വറുത്ത് വെച്ച സാധനങ്ങളും കൂടെ നട്ട്സൊക്കെ ഇട്ടത് ഇച്ചിരി കുറവായിപ്പോയി. അത് ഇവിടെ സാധനം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇനി ഇത് നമുക്ക് കഴിച്ച് നോക്കാം. പിച്ചോടിനുള്ളതുകൊണ്ട് പിച്ചോടിന് കഴിക്കാൻ കൊടുക്കാം. ഇത്രയും നേരം ഇവിടെ നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പം മഴയൊക്കെ തോർന്നിട്ടുണ്ട്. ഇപ്പം ഒന്ന് തെളിഞ്ഞു. നമ്മുടെ പായസം പിച്ചോടൻ ടേസ്റ്റ് ചെയ്യാണ്. ചൂടായിട്ട് ലാലേട്ടൻ പറഞ്ഞ പോലെ ഊതിയാണ് കുടിക്കുന്നത്. എങ്ങനെയുണ്ട് ചൂടാ? മധുരം കുറവാ. പിച്ചോടിന് നല്ല മധുരം വേണം. പക്ഷേ എനിക്ക് കറക്റ്റ് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്നൊരു പായസമൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് വേഗം ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസമാണിത്.
അടിപൊളിയായിട്ടുണ്ട്. ഓക്കേ ബൈ.